Hello friends, I am Nisha from Nissa's Kitchen. Welcome to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഒപ്പം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ റെഗുലർ ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വറ്റൽമുളക് 10 എണ്ണം 2-3 പീസായിട്ട് കട്ട് ചെയ്തത്. ഉഴുന്ന് ഒരു ചെറിയ കപ്പ് ഏകദേശം 200 ഗ്രാം. വെളുത്തുള്ളി 3 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത്. കുരുമുളക് 15 എണ്ണം. കറിവേപ്പില ഒരു തണ്ട്. കായത്തിൻ്റെ പൊടി 2 വലിയ നുള്ള്. ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഇനി ഇതിലോട്ട് കുരുമുളക് ചേർക്കാം. നമുക്കൊരു മീഡിയം ഹീറ്റിലിട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഉഴുന്നുപരിപ്പെല്ലാം നന്നായിട്ട് ചൂടായി ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നത് വരെ നമുക്കിതിനെ റോസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം പകുതി ചൂടായി വന്നിട്ടുണ്ട്. വിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. 2 വലിയ നുള്ള് കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കണം. ജസ്റ്റ് ഇതിൻ്റെ ചൂടൊന്ന് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഈ റോസ്റ്റഡ് ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിനെ തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത്. കുറച്ച് തരിതരിപ്പായിട്ട് വേണം ചമ്മന്തിപ്പൊടി പൊടിച്ചെടുക്കാനായിട്ട്. ഏകദേശം ഒരു 20 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തേച്ചാൽ മതി. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു സൂക്ഷിക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തിപ്പൊടിയിൽ നിന്നും ഓരോ സ്പൂൺ എടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണയുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. നമ്മൾ വൈറ്റ് റൈസിനൊപ്പം ഉപയോഗിക്കുന്ന ചമ്മന്തിപ്പൊടിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണിത്. അതുപോലെ തന്നെ നമ്മൾ ചമ്മന്തിപ്പൊടി മിക്സ് ചെയ്യാനായിട്ട് കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. ബാക്കിയുള്ളത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് അടച്ച് സൂക്ഷിച്ചാൽ നമുക്ക് 2-3 മാസത്തോളം ഇത് കേടുകൂടാതെ ഉപയോഗിക്കാം. ഇഡലിക്കും ദോശയ്ക്കുമൊക്കെ ചമ്മന്തി സാമ്പാറും ഉണ്ടാക്കാനൊന്നും ടൈം ഇല്ലാതെ വരുന്ന സമയത്ത് ഇതുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക്